എന്തൊരു ബഹളം. അത് ടിവിന്നാ. മാഡം ഞാനൊന്ന് പറഞ്ഞു ആശമാരെ വേണ്ട എടുത്തു കളയോ. ഞാൻ പറഞ്ഞോട്ടെ എന്നോട് എനിക്ക് അവസരം തന്നത് ഞാൻ പറഞ്ഞോട്ടെ. പറയുന്നേ ഞാൻ ആരോടും പറയില്ല. ആശമാരെ എടുത്തു കളയുന്നു. നിങ്ങൾ ഈ 26,125 ആശമാരെ സംസ്ഥാന സർക്കാരിന് അത്ര ഗഡ്സ് ഉണ്ട്. എല്ലാരും പിരിച്ചുവിടട്ടെ. കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി കബളിപ്പിക്കൽ പദ്ധതി നിങ്ങൾക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്. ഞങ്ങളെ കൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന മറ്റ് മന്ത്രിമാർ പങ്കെടുക്കുന്ന ചർച്ചകളിൽ പരിപാടികളിൽ ഞങ്ങളെയൊക്കെ വേഷം കെട്ടിച്ചു കൊണ്ടുവന്ന് ഇരുത്താറുണ്ട്. ഞങ്ങൾ 100, 150, 200 വണ്ടിക്കൂലി ഓട്ടോയ്ക്കും ബസ്സിനും കൊടുത്താണ് ആ പരിപാടികളിൽ പങ്കെടുക്കാറുള്ളത്. പിന്നെ എന്തുകൊണ്ട് കേരള സർക്കാരിന് വേണ്ടി ഞങ്ങൾക്ക് ഉപകാരമില്ലെന്ന് പറഞ്ഞത്? കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഇപ്പോഴും ശിശു മരണ നിരക്കിൽ കേരളം നമ്പർ 1 ആയി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അതും ഈ ആശാപ്രവർത്തകരുടെ കഴിവുകൊണ്ട് തന്നെയാണ്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? എത്രയോ പ്രതിരോധ കുത്തിവയ്പ്പുകൾ ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒരാളുടെ ഞങ്ങളെ 2 പദ്ധതി. ഇപ്പൊ ഫുട്ബോൾ തട്ടുമ്പോൾ ആർക്കും ഞങ്ങളെ തട്ടി കളിക്കാൻ പറ്റില്ല. കേന്ദ്രമാവട്ടെ കേരളമാവട്ടെ ചെയ്യാൻ പറ്റുന്നത് എന്താണ് ഒരു ഭരണകൂടത്തിന് ചെയ്യാൻ പറ്റുന്നതാണ് ആ ഭരണകൂടം വ്യക്തമാക്കേണ്ടത്. ഇന്ന് 39 ദിവസമായിട്ട് ഞങ്ങളുടെ ആശാപ്രവർത്തകർ സെക്രട്ടറിയുടെ മുമ്പിലുണ്ട്. ഞങ്ങൾ മഴയത്ത് ടാർപ്പയും പിടിച്ചിരുന്നപ്പോൾ പോലും പീരീഡ്സിലായിരുന്ന സ്ത്രീകളെ പോലെ ആ ടാർപ്പ അടിച്ചു മാറ്റിയതാണ് നിങ്ങളുടെ പോലീസ്. അതാണ് ലോകം. നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത ചില ശവങ്ങളായിരിക്കും ചിലപ്പോ നമ്മുടെ ശത്രുക്കൾ, അല്ലേ സാറേ? CPM-ന്റെ പോലീസ് തന്നെ ഞാൻ പറയുള്ളൂ. ഈ കേരള സർക്കാരിന്റെ പോലീസ് ഒന്നും പറയാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഗുണ്ടായിസമല്ലേ കാണിച്ചത്? രജസ്വലകളായ സ്ത്രീകളെ ധൃതരാഷ്ട്ര സഭയിൽ പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്തതിന് തുല്യമായി ഞങ്ങൾക്ക് അതിന് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. എന്ത് വൃത്തികേട്! ഇതാണ് സ്ത്രീപക്ഷ സർക്കാർ. എനിക്കിതൊന്ന് പറയേണ്ടി വരുന്നതിന് ലജ്ജയുണ്ട്. എടോ ഈ വിളിച്ചു വേണത് ഉമ്മണിത്തെണ്ണുള്ള കാര്യമാണ്, അറിയായ. ഇനി നമുക്ക് ഔപചാരികത അങ്ങ് വിടാം. ഈ ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ എനിക്കത് വളരെ ലജ്ജയുണ്ട് പറയാൻ. നിങ്ങൾ എങ്ങനെയൊന്നും അധിക്ഷേപിക്കരുത് ആരെ. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു മുഖ്യമന്ത്രിക്ക് പറയാം എനിക്കിതില്ലെങ്കിൽ പറ്റില്ല. ഞങ്ങൾ അവിടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ PSC-ക്കാർക്ക് മറ്റുള്ളവർക്കും ഒക്കെ വാരിക്കോരി നിങ്ങൾ ഇഷ്ടക്കാർക്ക് കൊടുക്കുന്നുണ്ട്. അധ്വാനിക്കുന്ന തൊഴിലാളി സ്ത്രീക്ക് എന്താ ഞങ്ങൾ തൊഴിൽ ചെയ്യുമ്പോൾ ഞങ്ങളെ തൊഴിലാളികളായിട്ടുള്ള അടിമപ്പണി ചെയ്യിക്കും. ഞങ്ങൾ വേതനം ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരം ഞങ്ങൾ സന്നദ്ധ പ്രവർത്തനം. ഇനി മതി, നിനക്ക് കൈപ്പണം തരാതെ ഈ പെരുവണ്ണാപുരത്ത് ജീവിക്കാമെന്ന് ഞാൻ നോക്കട്ടെ. ഇത് എവിടുത്തെ ആരുടെ ഇരട്ടത്താപ്പാണിത്? ആരുടെ ഇരട്ടത്താപ്പാണ്? ഒന്ന് പറഞ്ഞു തരുമോ ശ്രീ അനിൽകുമാർ? എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ഞങ്ങൾ എന്തെല്ലാം ജോലി ചെയ്തിട്ട് ഞങ്ങളെ ഒരു മാസം ചെയ്യുന്നതിന്റെ ആക്ഷൻ പ്ലാൻ എഴുതി ഓരോ ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങളെ JPH-ന് ആ പിറ്റേ മാസത്തിന് മുമ്പായിട്ട് തന്നെ ഞങ്ങൾ എഴുതി കൊടുക്കും. അവരെ സൈൻ മേടിച്ച് എന്റെ ഡയറി ഉണ്ട്. അതിന്റെ വിഷ്വൽസ് വേണമെങ്കിൽ എന്റെ മൊബൈലിലുണ്ട്, ഞാൻ കാണിച്ചുതരാം. ഞാൻ ഈ സമരം ഫെബ്രുവരി 10 സമരത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് 9 ദിവസവും ഞാൻ ജോലി ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ പൈസ പോലും ഈ മറ്റുള്ളവർക്കെല്ലാം കൊടുത്ത് ഞങ്ങൾ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേര് ഞങ്ങൾക്ക് ഓണറേറിയം ഇൻസെന്റീവ് ഒന്നും തന്നിട്ടില്ല. ഇതൊക്കെ ഇവിടുത്തെ ന്യായമാണ്? ഇതൊരു തൊഴിലാളി പക്ഷ ഗവൺമെന്റിന് ചേർന്നതാണോ? അപ്പൊ കുറെ കാര്യങ്ങളുണ്ട്. 10,000 കിട്ടുന്നു. എവിടെ 10,000 കിട്ടുന്നു? ഇൻസെന്റീവ് 7,000. 3,000 ഫിക്സഡ് ഇൻസെന്റീവ് ആണ്. പിന്നെ ഇതൊക്കെ വർക്കുകൾ ചെയ്യുന്നതിനനുസരിച്ച് കിട്ടുന്നതാണ്. എന്തെങ്കിലും പറഞ്ഞ് തടിത്തപ്പ നോക്കരുത്. നിങ്ങൾ ന്യായമായ കാര്യം പറയൂ. ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ പ്രതിനിധിയല്ലേ? ഒരു തൊഴിലാളികളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് നിങ്ങൾ ആദ്യം പഠിക്കും. പ്രത്യേകിച്ച് സ്ത്രീകളോട് എങ്ങനെ അവർക്ക് വേതന വ്യവസ്ഥ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പഠിക്കൂ. സൗകര്യമില്ല. മറുപടി പറയണം. ശ്രീ അനിൽകുമാർ, നിങ്ങളൊരു വാക്യം ഉന്നയിച്ച് മറ്റു ആശമാരെ കുറിച്ച് പറയാൻ എനിക്ക് എന്താണ് അവകാശമുള്ളതെന്ന്. എനിക്ക് തന്നെയാണ് അവകാശം. മറ്റ് 26,125 ആശമാരെന്ന് പറയുന്നത് സഹോദരികളാണ്, ആശാ സഹോദരിമാരാണ് അവര്. ഞങ്ങൾ ഈ സമരം ചെയ്യുന്ന ആശമാർക്ക് വേണ്ടി മാത്രമല്ല, ഈ എല്ലാവർക്കും ഈ ആനുകൂല്യം കിട്ടാൻ വേണ്ടി തന്നെയാണ്. നിങ്ങൾ 22,000-ന്റെ ഒക്കെ കണക്ക് പറഞ്ഞു, കണക്കിലല്ല. നിങ്ങൾ സമര ചരിത്രം പരിശോധിക്കൂ. നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എടുത്ത് പരിശോധിക്കൂ. മുഴുവൻ ഭാരതീയരും ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ സമരം ചെയ്തിട്ടാണോ ബ്രിട്ടീഷുകാർ ഇവിടെ ഇന്ത്യ വിട്ടുപോയത്? അല്ല. വളരെ എണ്ണം കുറച്ചുള്ള ആൾക്കാരാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ അവസാന സമരം നടത്തി ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് ഓടിച്ചത്. അതൊന്ന് മനസ്സിലാക്കുക. സമര ചരിത്രം എന്ന് പറയുന്നത് ആളിന്റെ എണ്ണമല്ല, ആ സമരം ഉന്നയിക്കുന്ന ഡിമാൻഡുകളാണെന്ന് ഒരു ഇടതുപക്ഷ സഹയാത്രികനായ താങ്കൾക്ക് ഞാൻ പറഞ്ഞു തരണോ? എന്തുദ്ദേശത്തിലാ പറഞ്ഞത്? ഞങ്ങൾ അത് കാട്ടി കണ്ടോളൂ. ആരെയാ പേടിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞ്? നിങ്ങളുടെ ഈ രീതിയാണ് സമൂഹമായിട്ട് നിങ്ങളെ ഇപ്പൊ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ യാതൊരു വിധത്തിലുള്ള ഒത്തീർപ്പിനും നീ ശ്രമിക്കണ്ട, ഞാൻ അതിന് തയ്യാറല്ല. അതൊന്ന് മനസ്സിലാക്കൂ. പാർട്ടിയുടെ ധാർഷ്ട്യം കാണിക്കേണ്ടതല്ല ഈ പൊതു ചർച്ച എന്ന് പറയുന്നത്. ഇത് എന്റെയും നിങ്ങളുടെയും ഈഗോ കാണിക്കേണ്ട സ്ഥലവുമല്ല. ഇവിടെ നമ്മളൊരു ചർച്ചയ്ക്കാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ 3 ആശാ സഹോദരിമാരെ സെക്രട്ടറിയുടെ പടിക്കൽ നിരാഹാരം കിടക്കുന്നുണ്ട്. വളരെ വേദനയോടുകൂടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾ വെള്ളവും ആഹാരവും ഒക്കെ കഴിക്കുമ്പോൾ ഒരു തുള്ളി ഉപ്പിട്ട വെള്ളം മാത്രം അവരുടെ ക്ഷീണത്തിന് വേണ്ടി കുടിച്ചുകൊണ്ടാണ് അവരവിടെ കിടക്കുന്നത്. ഓർത്തു നോക്ക്. ഈ സാഹചര്യത്തിലേക്ക് നിങ്ങൾ ആരോടെ വെല്ലുവിളിക്കുന്നത്? ഞങ്ങൾ ഈ കേന്ദ്രമന്ത്രി ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വന്നവരൊന്നുമല്ല. മാന്യമായ
ദിവസക്കൂലി കൊണ്ട് ഞങ്ങളുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുന്ന സഹോദരിമാരാണ്. ഞങ്ങൾക്ക് മിക്കവർക്ക് വീട് ജപ്തിയായിരിക്കുന്നവരുണ്ട്, ക്യാൻസർ രോഗികളായ മക്കളുണ്ട്, ഭർത്താവുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്, മാതാപിതാക്കളുണ്ട്, പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സ്ത്രീ തൊഴിലാളികളാണ് ഞങ്ങൾ. ഈ 232 രൂപ കൊണ്ട് എങ്ങനെ ജീവിക്കും? താങ്കൾക്ക് ജീവിക്കാൻ പറ്റുമോ? താങ്കളുടെ കുടുംബം നടത്താൻ പറ്റും 232 രൂപ കൊണ്ട്? ഒന്ന് മനസ്സിലാക്കൂ, നമ്മുടെ സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ ഉപഭോക്തൃ സംസ്കാരമുള്ള ഒരു സംസ്ഥാനം. നമ്മളെല്ലാം ഉപ്പോട്ട് കർപ്പൂരം വരെ ആശ്രയിക്കുന്ന അന്യ സംസ്ഥാനങ്ങളല്ലേ? ഇവിടെ എന്തെങ്കിലും ഉത്പാദിപ്പിക്കുന്നുണ്ടോ? എന്ത് ഉത്പാദിപ്പിക്കുന്നുണ്ട്? ഞങ്ങൾക്ക് ഒരു കാര്യം ചെയ്യും, ഞങ്ങൾക്ക് 10 രൂപയ്ക്ക് 1 കിലോ അരിത്ത, 5 രൂപയ്ക്ക് മുളക് താ, മല്ലിത, ഞങ്ങൾ കൊണ്ട് ജീവിക്കാം. പറ്റുമോ സർക്കാരിന് തരാൻ? കഴിയില്ലല്ലോ. ഞങ്ങളൊരു യാത്രാ കൂലിക്ക് പോലും ഓട്ടോ കൂലി 30 രൂപ വാങ്ങിച്ചു മിനിമം കൂലിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്ന ഡ്രൈവർമാരിപ്പോ 40 രൂപ വാങ്ങിക്കുന്നു. അതൊന്നും ഗവൺമെന്റ് അനുവദിച്ചത് അല്ലെങ്കിൽ പോലും അവരുടെ കഷ്ടപ്പാടുകൊണ്ട് അവരത് വാങ്ങിക്കുന്നത്. അവരെ പോലെ അടിസ്ഥാന തൊഴിലാളി വർഗ്ഗമായതുകൊണ്ട് അവർ ചോദിക്കുമ്പോൾ ഞങ്ങളും അത് കൊടുക്കുകയാണ്. സഹോദരി, സാധനങ്ങളുടെ വില നിങ്ങൾക്കും അറിയാലോ എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ ഒരേ പ്രസ്ഥാനത്തിൽ ജീവിക്കുന്നവരാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ 22,000 പേരുടെ CPM ആണ് ഇവർക്ക് ആശമാർക്ക് കൊടുക്കുന്നത് അല്ലല്ലോ. കേന്ദ്ര ഗവൺമെന്റ് എടുത്ത ആശമാര് ഓരോ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നവര് അതിന് രണ്ടാൾക്കും ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത് ശരിയല്ല. ശ്രീജ, ഈ നാറി എനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാം. സുരേഷ് ഗോപി ഒന്ന് മണിമുറ്റത്താവണി പന്തൽ എന്ന പാട്ട് പാടിയാൽ കേരളത്തിലെ 1,00,000 ആശാ പ്രവർത്തകർക്ക് പുളകമുണ്ടാവില്ല. സുരേഷ് ഗോപി ഒന്ന് മണിമുറ്റത്താവണി പന്തൽ പാട്ട് പാടുമ്പോൾ പുളകം കൊള്ളുന്ന ആശാപ്രവർത്തകരുടെ രാഷ്ട്രീയം അത് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയമാണ്. അങ്ങനെ പുളകം കൊള്ളുന്ന കൂട്ടത്തിൽ പറയട്ടെ, ഞാൻ പറയട്ടെ, ഇതാണോ സംസ്കാരം? അങ്ങനെ ആ പാട്ട് പാടിയല്ലോ ആശമാര്. നിങ്ങൾ എത്ര അധിക്ഷേപിച്ചാലും ആക്ഷേപിച്ചാലും ഞങ്ങൾ മരിക്കേണ്ടി വന്നാലും ഞങ്ങൾ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. ഈ സർക്കാർ 2021 LDF പത്രികയിൽ പറഞ്ഞു നിങ്ങളെ സ്ത്രീകളെ പരോക്ഷമായിട്ട് നിങ്ങൾ അധിക്ഷേപിക്കുകയാണ്. ഇതെല്ലാ ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കണം. നിങ്ങളുടെ ഈ പ്രസ്താവന പിൻവലിക്കണം. എന്ത് പുളകിതരായി നിങ്ങൾ പറയൂ, എന്ത് പുളകിതരായി? നിങ്ങളിങ്ങനെ അധിക്ഷേപിക്കരുത്, സ്ത്രീകളെ അധിക്ഷേപിക്കരുത്. നിങ്ങളുടെ CIT-ന്റെ നേതാവിനെതിരെ ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട്, അതറിയാം, വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. സ്ത്രീകളെ ആക്ഷേപിക്കരുത്. നിങ്ങളുടെ CPM-ന്റെ ഈ നയമാണ് മാറ്റേണ്ടത്. സ്ത്രീകളെ അപമാനിക്കരുത്. നിങ്ങൾ എന്താ ഇങ്ങനെ ആയിപ്പോയത്? നേതാവ് പറഞ്ഞു, കരീം സാർ പറഞ്ഞു, ഈർക്കിലികളെന്ന് പറഞ്ഞു, പാട്ടപ്പിരിവെന്ന് പറഞ്ഞു. നിങ്ങൾ ഇത് ആരെ അധിക്ഷേപിക്കുന്നത്? ഇവിടെ CIT-ന് INTC-ക്ക് മാത്രമേ സമരം നടത്താവൂ. അധ്വാനിക്കുന്ന ഏതൊരു തൊഴിലാളിക്കും സമരം ചെയ്യാൻ നിങ്ങളെ പ്രസ്താവന പുളകിതരായി, എന്തിനു പുളകിതരായി? പറയുന്ന വാക്കുകൾ സൂക്ഷിച്ചു. ഒരു നിമിഷം ശാലിനി, അദ്ദേഹത്തെ പറയാൻ നമുക്ക് അനുവദിക്കാം. ശ്രീ അനിൽകുമാർ പറയൂ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. CIT-യിൽ അംഗങ്ങളായ 20,000-ഓളം ആശാപ്രവർത്തകർ കേരളത്തിലുണ്ട്. സുരേഷ് ഗോപി ഒന്ന് മണിമുറ്റത്താവണി പന്തൽ പാടിയാൽ CIT അംഗങ്ങളായ 20,000-ഓളം ആശാപ്രവർത്തകർക്ക് ഒരു പുളകം ഉണ്ടാവില്ല. അതിന് കാരണം സുരേഷ് ഗോപി നാടകം കളിക്കാൻ വരികയാണ്, സിനിമ കളിക്കാൻ വരികയാണ്, നരേന്ദ്രമോദിക്ക് വേണ്ടി. ലോജിക്ക് പറയാൻ കൺഫ്യൂഷൻ കാണാം. അത് തന്നെ പറയും. സുരേഷ് ഗോപിയുടെ വേഷം കെട്ടൊന്നും ഇവിടെ വേണ്ട. ആ വേഷം കെട്ടുമ്പോൾ തുള്ളിക്കളിക്കുന്നത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയ കളിയെ തുറന്നു കാണിക്കുമ്പോൾ സ്ത്രീകളെ ഞങ്ങൾ അപമാനിച്ചു എന്നൊരു വാദവും പറയണ്ട. ഞാൻ നിങ്ങളെ വാദിക്കേണ്ടത്. കാരണം സ്ത്രീകളെ അപമാനിച്ചു നിങ്ങൾ പറയണ്ട. കാരണം എന്താണ്? സ്ത്രീകളായ സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾ തന്നെ പറയണം. സ്ത്രീകൾക്ക് വേണ്ടി ഈ സ്ത്രീ എന്ന ഞാനിതിൽ പ്രതികരിച്ചില്ല. പിന്നെ ഏത് സ്ത്രീ പറയും? നിങ്ങളുടെ ലോകത്ത് നിലനിന്നിട്ടില്ല എന്നുള്ള കാര്യം അനിൽകുമാർ ആലോചിച്ചത് നല്ലതാണ്. സ്ത്രീത്വത്തെ അപമാനിച്ച ഒരു ഭരണാധികാരിയും ഭരണകൂടം ലോകത്ത് നിലനിന്നിട്ടില്ല. ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വരുന്ന അമ്മമാരുടെ കണ്ണീരിലായിരിക്കും നിങ്ങളുടെ സർക്കാരിന്റെ അന്ത്യം. ഇതെല്ലാം മാഞ്ഞു പോയില്ലേ? അത് ഓർത്താൽ അനിൽകുമാറിന് നല്ലതാണ്. പിന്നെ പിണറായി 40 വട്ടം സ്ത്രീ ശാക്തീകരണം പറയും, പബ്ലിക്കായിട്ട് വന്ന് സ്ത്രീകൾ അധിക്ഷേപിക്കുകയും ചെയ്യുകയോ നിങ്ങൾ സ്ത്രീകൾ തന്നെ പഠിപ്പിക്കും. സുരേഷ് ഗോപിക്കെതിരെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ സുരേഷ് ഗോപിക്കെതിരെയാണ് പറഞ്ഞത്.
ഞാൻ സുരേഷ് ഗോപിക്കെതിരെയാ പറഞ്ഞത്. സുരേഷ് ഗോപിയുടെ കള്ളത്തരമാണ് തുറന്നു കാണിച്ചത്. ആ കള്ളത്തരത്തിന് കൂട്ടുനിൽക്കുന്നവര് സ്ത്രീപക്ഷമൊന്നും പറയണ്ട. കള്ളത്തരത്തിന് കൂട്ടുനിൽക്കുന്നവര് സ്ത്രീപക്ഷമൊന്നും പറയണ്ട. ഒരു സ്ത്രീപക്ഷമില്ല. കള്ളത്തരത്തിന് കൂട്ടുനിൽക്കുകയാണ്. എനിക്ക് കൊള്ളും അപ്പം അപവാദം പറഞ്ഞ എനിക്ക് കൊള്ളും. ഞാൻ അഭിമാനമുള്ള സ്ത്രീയാണ്. ശരി, മനസ്സിലായി ശ്രീമതി ശാലിനി. തീർച്ചയായിട്ടും കേരള പൊതുസമൂഹം നിങ്ങൾക്ക് സംശയമില്ല. നിങ്ങൾ ആരുടെയെങ്കിലും പാട്ട് കേട്ട് പുളകിതരാകുന്നവരല്ല, മറിച്ച് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി പോരാടുന്നവരാണ് എന്ന ബോധ്യം കേരളത്തിലെ സാമാന്യ ജനത്തിനുണ്ട്. വളരെ